നല്ലൊരു സേഫ്റ്റിയുള്ള ടയറാണ് കേട്ടോ. മിഷലിൻ്റെ ടയർ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഞാൻ 2-3 പ്രാവശ്യം പല സ്ഥലത്തു നിന്നായിട്ട് രക്ഷപ്പെട്ടതാണ് ഈ ഒരു ടയറിൻ്റെ ഗുണം കാരണം വെച്ചാൽ നമ്മൾ ഈ റോഡിൻ്റെ കട്ടിങ് കയറുന്ന സമയത്ത്, അതായത് നമ്മൾ ടാറിങ് ചെയ്യുന്ന പുതിയ ഇതിപ്പോൾ പുതിയ ടയർ ഇട്ടാണ് കേട്ടോ. ഞാൻ റേഡിയൽ ടയറാണ് TVSൻ്റെ. അത് തേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പകുതി ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടയറിൻ്റെ വൺ സൈഡ് മാത്രം. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഇലക്ട്രിക് വാഹനങ്ങളുടെ വീഡിയോസായിരുന്നല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറേ ആയിട്ടൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ കുറേയൊക്കെ കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പിന്നീടും ഇതുപോലുള്ള പുതിയ ചെറിയ സ്കൂട്ടർ ഷോറൂമുകളൊക്കെ, ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമുകളൊക്കെ ഇങ്ങനെ കൂണ് മുളയ്ക്കുന്ന പോലെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്തായാലും ചെയ്ത് ചിന്തിക്കുന്ന നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇനി അത് എന്തായാലും ഇത് നിലനിൽക്കുമോ ഇല്ലെന്ന് നമുക്കൊരു ഗ്യാരണ്ടിയും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ ആളുകളെ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. പലർക്കും പിന്നീട് ഷോറൂം പൂട്ടിപ്പോയതിന് ശേഷം പിന്നെ അവിടെ സർവീസ് പോകുന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ കാണാൻ വരുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് പല രീതിയിലുള്ള കണ്ടൻറ്റുകളൊക്കെ നമ്മൾ ചെയ്ത് നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും അറിയാമായിരിക്കും, ഞാൻ എൻ്റെ വീഡിയോയുടെ പല ഭാഗത്തായിട്ട് ഞാൻ കാണിച്ചിട്ട് എൻ്റെ വണ്ടി ഇതാണ്. ഇത് ഹോണ്ട ഹോർനെറ്റ് 160R ആണ്. അപ്പോൾ നമ്മൾ പല വീഡിയോകളിലും അവിടെ ഇവിടേക്കായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസും നമുക്ക് പറഞ്ഞു പോകാം. ഈ ഒരു വണ്ടി കൊണ്ടുള്ള നെഗറ്റീവ് സൈഡും അതുതന്നെ പോസിറ്റീവ് സൈഡും. അപ്പം നമുക്ക് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 91,595 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. അപ്പോൾ 91,595 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഒരു 9,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ 1,00,000 തികയും. അപ്പോൾ ഇതുവരെ ഇതിന് എൻജിൻ പണിയൊന്നും ആയിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമ്മളധികം ഈ വണ്ടി വളരെ സ്മൂത്തായിട്ടാണ് ഓടിക്കുന്നത്. റഫായിട്ടുള്ള യൂസസ് ഇതിന് വളരെ കുറവാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 1,00,000 താഴേക്ക് ആകുമ്പോൾ സാധാരണ എൻജിൻ പണി വരുന്നതാണ്. പക്ഷേ ഇതിനൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. അപ്പം എൻജിൻ പണി വരുമ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് വൈറ്റ് സ്മോക്ക് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അതൊന്നും ഇതിന് വരുന്നില്ല. പിന്നെ എൻജിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതിന് കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് തന്നെ തുടങ്ങാം ആദ്യം തന്നെ. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആദ്യം വരുവാണെങ്കിൽ നമുക്കിതിൻ്റെ റിയർ ഡിസ്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡാണ്, അതായത് ലൈനറാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മെയിൻ്റനൻസ് ഫ്രീ ആണ് ഇതിന്. ഇതിപ്പം നമ്മൾ ലൈനറൊക്കെ ഞാനിപ്പം മാറ്റിയിട്ട് ഞാൻ 1 ഇയറൊക്കെ സുഖമായിട്ട് ഇതിൻ്റെ ലൈനർ എത്തിക്കാറുണ്ട്. എന്നിട്ട് കംപ്ലയിൻറ്റ് വരത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫൈബർ പാർട്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് സ്ക്രൂ അല്ല വരുന്നത്, നമുക്കൊരു ക്ലിപ്പാണ് വരുന്നത്. ഇത് ഇവിടെയുള്ള ഒരു ക്ലിപ്പാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലിപ്പ് വരുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിന് ഈ ഒരു ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. അത് വണ്ടി ഓടുന്ന സമയത്ത് ഈ തട്ടലും മുട്ടലും കടകടന്നുള്ള സൗണ്ടുകൾ അങ്ങനത്തെ ഒന്നും ഇതിന് കേൾക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതാണൊരു രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജാണ്. ഇതിൻ്റെ മൈലേജ് ഇപ്പം കുറവാണെങ്കിലും നമ്മൾ വണ്ടി എടുത്ത സമയത്ത് നമുക്കൊരു 55 കിലോമീറ്റർ വരെയൊക്കെ എനിക്ക് ജെന്യൂനായിട്ടുള്ള മൈലേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതായത് 60 കിലോമീറ്ററാണ് കമ്പനി പറയുന്നതെങ്കിലും നമുക്കൊരു 55 കിലോമീറ്റർ വരെയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ റോട്ടിൽ കൂടെ ഒരു 48-50 ആ ഒരു റേഞ്ചിലൊക്കെ എനിക്ക് ഇതിൻ്റെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഗുണമെന്ന് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വരുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ടയേഴ്സ് വരുന്നത് നല്ല വീതിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടയേഴ്സിൻ്റെ സൈസ് വരുന്നത് 100/18-17 ഇഞ്ചിൻ്റെ ടയറാണ് ഇതിന് വരുന്നതെന്ന് പറഞ്ഞത്. നല്ല പിന്നെ വീതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ടയറിനനുസരിച്ച് ഇതിൻ്റെ ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത്, ഇത് ഞാനിപ്പം ഇട്ടേക്കുന്ന മിഷലിൻ്റെ ടയറാണ്. ഇത് നല്ലൊരു സേഫ്റ്റിയുള്ള ടയറാണ് കേട്ടോ. മിഷലിൻ്റെ ടയർ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഞാൻ 2-3 പ്രാവശ്യം
പല സ്ഥലത്തു നിന്നായിട്ട് രക്ഷപ്പെട്ടതാണ് ഈ ഒരു ടയറിൻ്റെ ഗുണം കാരണം വെച്ചാൽ നമ്മൾ ഈ റോഡിൻ്റെ കട്ടിങ് കയറുന്ന സമയത്ത്, അതായത് നമ്മൾ ടാറിങ് ചെയ്യുന്ന പുതിയ റോഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ ടാർ ചെയ്യുന്നത്, ഓരോ ഭാഗമായിട്ടാണ് ടാർ ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് ചെറിയ കട്ടിങ് കയറുന്ന സമയത്ത് നമ്മൾ പാഞ്ഞങ്ങ് കയറി കഴിഞ്ഞാൽ ഈ സൈഡ് സാധാരണ ഒരു വണ്ടിയാണെങ്കിൽ, സാധാരണ ഒരു ടയറാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്രിപ്പ് കിട്ടില്ല, ഉറപ്പായിട്ടും നമ്മൾ വണ്ടി സ്കിഡാവും വീഴും. പക്ഷേ ഇത് 2-3 പ്രാവശ്യം ഇത് തെന്നിപ്പോയെങ്കിലും ആ ഒരു പിടുത്തം പിന്നീട് കിട്ടി. അങ്ങനെ ഇത് 2-3 പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ, വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റിയർ ടയർ എന്ന് പറയുന്നത് 140/70 ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് 140/60 ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ FZൻ്റെ ഒക്കെ ഒരു ടയറാണ്. ആ ടയർ കുറച്ചുകൂടി ഇതിന് കുറച്ചുകൂടി ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് പരന്ന ഷേപ്പാണ്, അതായത് ഈ ഒരു ഭാഗം ഹൈറ്റ് കുറച്ച് കുറവാണ് ഇതിന്. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റാണ്. ഇതിന് ഒറിജിനൽ ടയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇത്ര ഹൈറ്റ് ഉണ്ടാവും ഇതിന്. അപ്പം ഇതിനെന്ന് പറയുന്നത് ഇത്ര ഹൈറ്റ് കുറച്ച് കുറവാണ്. അപ്പം ആ ഒരു വ്യത്യാസം. പക്ഷേ ഇതാണ് കുറച്ചുകൂടി നമുക്ക് കോർണർ ചെയ്യാനൊക്കെ സുഖമായിട്ട് തോന്നിയിട്ടുള്ളൊരു ടയർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ സേഫ്റ്റി തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ടയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കാരണം നമുക്ക് പല രീതിയിൽ രക്ഷയായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നൊരു ഇതെന്ന് പറയുന്നത് അതിൻ്റെ എൻജിൻ നല്ല സ്മൂത്താണ്, നല്ല സൗണ്ടുകളൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു ഗുണം നമുക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സമയത്ത് എടുത്ത സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് ടൈം വരുന്നത്. ഇപ്പം ഞാൻ എടുത്തിട്ട് വണ്ടി 7 വർഷമായിട്ടുണ്ട്. 7 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ടൈമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രീമായിരുന്നു. അതിന് ഡിജിറ്റൽ മീറ്ററിലൊക്കെ ടൈം വരണം എന്നൊക്കെയുള്ള രീതി. അപ്പോൾ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ബാറ്ററിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ലൈഫ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇന്നത്തേക്കൊക്കെ ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഞാൻ മാറ്റിയിട്ടുള്ളത്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കമ്പോണൻസൊക്കെ നല്ല രീതിയിലുള്ള ലൈഫ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് കുറേ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനുണ്ട്. ഇപ്പം ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഇതിനകത്ത് നെഗറ്റീവായിട്ട് കുറേ തോന്നിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പറയാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാനിപ്പം ഈ ഒരു ഫൈബർ പാർട്സിൻ്റെ ഒരു നമ്മളൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു, ഒരു പോസിറ്റീവ് സൈഡ് പറഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ഫൈബർ കേസ് നമ്മൾ കമ്പനി തരുന്ന സമയത്തല്ലാതെ അത് നമ്മൾ അഴിച്ചതിന് ശേഷം, ഈ ഒരു ഫൈബർ പാർട്സ് അഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഫിറ്റായിട്ടിരിക്കുന്നില്ല. അതായത് നമ്മളൊരു നല്ല രീതിയിൽ ആ കമ്പനി തരുന്നൊരു ഫിനിഷിങ്ങിൽ ഇരിക്കത്തില്ല. ഇതിപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ രണ്ടാമത് ഫിറ്റ് ചെയ്താൽ ഇത് ഇനിയിപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്താലും ഈ സാധനം റെഡി ആവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൗണ്ട്, എൻജിൻ നോയ്സാണ്. എൻജിൻ നോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ ഇതെക്കൊണ്ട് സഹി കെട്ടിട്ട് ഞാൻ ഉപേക്ഷിച്ചു. ഇതെന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഈ സൗണ്ട് ഇവിടുന്ന് ഒരു കിലി എന്ന് പറഞ്ഞ സ്പൂൺ അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ് വരുന്നത്. ടക്ക് 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 ഇടപെട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും നമ്മൾ കേൾക്കുന്ന സമയത്ത്. ഈ ടെൻഷറിൻ്റെ പ്രശ്നമാണെന്നാണ് ആദ്യം പറഞ്ഞത്. അത് കമ്പനി ചെന്നപ്പോൾ പറഞ്ഞത്. ഓരോ സ്ഥലത്ത് ഓരോരുത്തരോരോന്ന് പറയും. ചിലർ പറയും അത് ടെൻഷറിൻ്റെ പ്രശ്നമാണ്, ചിലർ പറയും അത് ടാപ്പിറ്റ് അടിക്കുന്നതെന്ന് പറയും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ടെൻഷർ മാറ്റി. എൻജിനിലെ പ്രശ്നമൊന്നും ഉണ്ടല്ലോ, ഒരു ടെൻഷറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടെൻഷർ മാറ്റി കഴിഞ്ഞപ്പം ആ ഒരു പ്രശ്നം സോൾവായി. പക്ഷേ ഒരു 1 month ഓൺലി ആ ഒരു പ്രോബ്ലം നമുക്ക് പിന്നെയും വരാൻ തുടങ്ങും. അതായത് 1 മാസം കഴിയുമ്പോഴത്തേനും ആ പ്രശ്നം പിന്നെയും വരാൻ തുടങ്ങും. അപ്പം അത് വരാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ പിന്നെ എന്താക്കും, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ 1 മാസം ആയുള്ളതെന്ന് വെച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ടെൻഷർ പിന്നെ മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഈ ടെൻഷൻ മാറ്റൽ തന്നെ ഒരു പണിയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് തന്നെ ഇത് മൈൻഡ് ചെയ്യാതായി. കുറേ കാലത്തേക്ക് ഞാനത് മൈൻഡ് ചെയ്യാണ്ടെങ്കിരിക്കും. പിന്നെ ചില സമയത്ത് കുറേ ഓടിക്കഴിയുമ്പോൾ ആ ഒരു സൗണ്ട് കുറച്ച് മാറ്റം വരും. അപ്പം അങ്ങനെയൊക്കെ നിന്നിട്ട് ഇതിനെക്കൊണ്ട് നല്ല രീതിയിലുള്ളൊരു നമുക്ക് തോന്നിയൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ആ ഒരു കുറേ കാലം ഞാൻ മൈൻഡ് ചെയ്തിട്ടുമില്ല. പിന്നെ ആ പ്രശ്നം വിട്ട് മാറിയിട്ടുമില്ല. അതാണ് ഇതിൻ്റെ ഒരു ഒന്നാമത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടയർ കണ്ടോ, ഈ ടയർ ഇതിപ്പോൾ പുതിയ ടയർ ഇട്ടാണ് കേട്ടോ. ഞാൻ
റേഡിയൽ ടയറാണ് TVSൻ്റെ. അത് തേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പകുതി ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടയറിൻ്റെ വൺ സൈഡ് മാത്രമേ ചെത്തിപ്പോവുക. ഇത് ഈ മോഡൽ എല്ലാ വണ്ടിയിലും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നമാണിത്. ഈ വൺ സൈഡ് മാത്രം ഇങ്ങനെ ചെത്തിപ്പോവും. അത് ഫ്രണ്ടും ബേക്കും ഒരേപോലെ തന്നെ വരും കേട്ടോ. അതിപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവില്ല, കാരണം വെച്ചാൽ ഇത് പുതിയ ടയറായതുകൊണ്ട്, ഫ്രണ്ടും ബേക്കും പുതിയ ടയറായതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ, ഞാൻ മുമ്പ് വീഡിയോ എടുത്ത് വെച്ചില്ല, അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തരായിരുന്നു. അപ്പോൾ എല്ലാ വണ്ടിയിലും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്, ഇത് കറക്റ്റായിട്ട് എന്താ ഒരു പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അത് ഹോണ്ടൻ്റെ ഷോറൂമിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ടയറിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ടയറിൻ്റെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് വണ്ടീൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പഴിചാരുന്നല്ലാതെ ഒരിക്കലും ഒരാളും കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു വർക്ക്ഷോപ്പുകാരൻ എന്നോട് പറഞ്ഞത് അത് വീൽ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണ്. അതിപ്പം ചിലയിടത്തും ബൈക്കിൻ്റെ വീൽ അലൈൻമെൻറ്റ് ചെയ്യില്ല, അവർ ചെയ്യുന്നിടത്തൊന്നും ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്നോട്. അപ്പം അതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനത് ഒരു നിസ്സാര പ്രശ്നമായി കണ്ടിട്ട് പിന്നെ ഞാനത് പോയിട്ടുമില്ല കേട്ടോ, ചെയ്യാനായിട്ടൊന്നും പോയിട്ടുമില്ല. പിന്നെ വരുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈറ്റ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ പലരും ഇതിനായിട്ട് തന്നെ ഫോഗ് ലൈറ്റ് വേറെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ക്രാഷ് ഗാർഡിലൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണ് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇല്ലീഗലായിട്ടാണ്, നമ്മളത് ഇല്ലീഗലായിട്ടുള്ള കാര്യം പ്രോത്സാഹിപ്പിക്കും. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റാണ്. ചെയിൻ സ്പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ലൈഫ് ഇതിന് കുറവാണ്. എനിക്ക് തോന്നുന്നത് ഒരു 4000-5000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഇത് മാറ്റേണ്ടതായിട്ട് വരും. 1050 രൂപ കേട്ടോ ഇതിൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ വില. പിന്നെ ഒരു റോളെന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെ ചെയിൻ സ്പോക്കറ്റ് കുറേ ലൈഫ് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇന്ന് ഞാനത് പോയിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചെയിൻ. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള വേറൊരു വലിയ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സ്പെയർ കിട്ടാനുള്ളൊരു കാലതാമസമാണ്. അപ്പോൾ സ്പെയർ കിട്ടാൻ വളരെ നല്ലൊരു ഡിലേ ഇതിന് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഒരു ഫൈബർ പാർട്സ് പോയിട്ട് ഞാനത് ഓർഡർ ചെയ്തിട്ട് ഏതാണ്ട് 25 ദിവസം കണ്ട് എടുത്തിട്ടാണ് എനിക്ക് വന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ ചില സ്ഥലത്തൊക്കെ കിട്ടില്ല എന്നൊക്കെ എന്നോട് ഷോറൂമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കമ്പനിക്ക് മെയിൽ ചെയ്യും, അല്ലെങ്കിൽ ഞാനത് കേസ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് എനിക്കിപ്പോൾ അവർ എനിക്ക് എത്തിച്ചു തന്നത് ഫാക്ടറിയിൽ നിന്ന്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കാർബറേറ്റർ ഓർഡർ ചെയ്താലും വലിയ ഡിലേ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിന് കാർബറേറ്ററൊന്നും ഇപ്പോൾ ഫാക്ടറിയിൽ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഡിലേ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹോണ്ടയുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവരുടെ വണ്ടി സെല്ലാവാത്തത്. കാരണം ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ, വളരെ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഇപ്പം ഞാൻ കണ്ടിട്ട് തന്നെ ഉള്ളൂ. മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഇതിൻ്റെ ഈ വണ്ടികൾ എന്ന് പറയുന്നത്. ഒന്നാമത് അവരുടെ ഒരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സർക്കാർ ഓഫീസിൽ ചെന്ന കണക്കിനുള്ള ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ളത്. അവർ വലിയ മസിലും പിടിച്ചിങ്ങനെ ഇരിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ മൈൻഡ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ള ഒരുപാട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് സ്പെയർ സെക്ഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള വണ്ടികൾ പോകുന്ന അത്ര പോലും ഇവരെ സെല്ലില്ലാത്ത വണ്ടി, ഇവർ വലിയ വണ്ടി സംഭവം എന്നൊക്കെയാണ് പറയുന്നത്. കൊണ്ട് കാര്യമില്ലല്ലോ. അത് ഈ കസ്റ്റമേഴ്സിനുള്ള ഡീലിംഗ് കൂടെ റെഡിയായാൽ മാത്രമല്ലേ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടീൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വണ്ടിയുടെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ വണ്ടി നല്ല വണ്ടിയാണ്. കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടി തന്നെയാണ് ഇത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് പിന്നെ ഈ വണ്ടി ഇതുവരെ എന്നെ വഴിക്കൊന്നും ആക്കിയിട്ടില്ല. ഇതുവരെ എൻജിൻ്റെ പ്രശ്നം കൊണ്ട് ഇതുവരെ വണ്ടി വഴിക്കൊന്നും ആയിട്ടില്ല. പിന്നെ പെട്രോളൊക്കെ തീർന്നിട്ടൊക്കെ വഴിക്കായിട്ടുണ്ടെന്നുള്ളതാതെ വേറെ വണ്ടിയുടെ പ്രശ്നം കൊണ്ട് ഇതുവരെയും വഴിക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നമ്മളിനി പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. പല വാഹനത്തിൻ്റെ റിവ്യൂസുമായിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ടാവും ഇനിയും. അപ്പോൾ സ്റ്റേ ട്യൂൺ. എല്ലാവരും വീഡിയോ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.